ഗൈസ്, എനിക്ക് പണ്ട് ക്രിക്കറ്റ് ഒന്നും അറിയത്തില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. രണ്ടോ നനഞ്ഞ കോഴി പോലെ ആയി മുട്ട. ബാക്കി വീഡിയോസ് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യയുടെ കളി കാണാൻ ഞങ്ങൾ പോവാണ് ഡെറം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇപ്പം ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട്. ഇനി 1 മണിക്കൂറുണ്ട് ഡ്രൈവ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചു. നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടും. പണ്ട് എനിക്ക് ക്രിക്കറ്റിൻ്റെ ABCD അറിയത്തില്ല. ഇപ്പോൾ എല്ലാം അറിയാമെന്നല്ല പറഞ്ഞത്, കുറച്ച് കാര്യങ്ങൾ അറിയത്തുള്ളായിരുന്നു. അപ്പം എൻ്റെ ചെറുക്കനൊരു ക്രിക്കറ്റ് പ്ലെയർ ആയതുകൊണ്ട് പ്രൗഡാണേ. അപ്പോൾ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അവനാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ കളി കാണാൻ വന്നിട്ട് ഇവിടെ കളിക്കുന്നുണ്ട് ഒരു ക്ലബ്ബിൽ. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പം നമുക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി ക്രിക്കറ്റിനെ. അപ്പം എല്ലാം ഒന്നും അറിയത്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാം. അന്നേരം അന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ പോകണമെന്ന്, ഇങ്ങനെ കളി കാണാൻ പോകണമെന്ന്. അപ്പം അന്ന് കുറേ നാൾക്ക് മുന്നേ ബുക്ക് ചെയ്താണ് നമ്മളിത്. അപ്പം 2020 ആണ്. നമുക്ക് കളി ജയിക്കോ ഇല്ലോ എന്നറിയാം. അതിലുപരി അവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്നതിലൊരു സന്തോഷമുണ്ട്. ഏകദേശം നമ്മൾ എത്താറായി. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർവീസിൽ കയറി. നമ്മൾ വയറൊക്കെ നിറച്ച് ഞങ്ങളിങ്ങനെ തിരിച്ച് പോവാം വണ്ടിയിലോട്ട്. അപ്പം നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടുമല്ലോ. ഓക്കെ, അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ക്യൂവിൽ നിൽക്കുവാണ്. അപ്പോൾ അവർ തന്നെ നമുക്ക് ബസ് തന്നിട്ടുണ്ട്. അത് അവർ തന്നെ നമ്മളെ പിക്ക് ചെയ്ത് സ്റ്റേഡിയത്തിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ജേഴ്സി ഒക്കെ ഇട്ടല്ലേ റെഡി ആയിട്ട് നിൽക്കുക. നമ്മൾ ബസ് ഇറങ്ങി ഇനി നമ്മൾ ക്യൂവിലോട്ട് പോവാണ്. അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മിയും കളി കാണാൻ വന്നിരിക്കുവാണ്. സഞ്ജു സാംസനെ കാണാനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ അകത്ത് കയറി. അക്സക്കിൻ്റെ വ്ലോഗ് വരാൻ ഭയങ്കര ആഗ്രഹമാണ്. ഫൈനലി ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി. സഞ്ജു ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഞ്ജുവിനെ ഞങ്ങൾ കാണാൻ ഒത്തിരി വെയിറ്റ് ചെയ്തായിരുന്നു. സോ ഹാപ്പി സഞ്ജുവിനെ കാണാൻ പറ്റിയതിൽ. ഫൈനലി ടോസ് ഇട്ടു. ഇന്ത്യ ബാറ്റിംഗ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കളി മുന്നോട്ടുള്ളത് എന്താണെന്ന് കാണാം.
അപ്പം സഞ്ജുവും ഇഷാനും പെട്ടെന്ന് തന്നെ ഔട്ടായി. അഭിഷേക് അവിടെ ഉണ്ട്. ഇപ്പോൾ തിലകമ്മയാണ് കയറിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇനി അവർ പെർഫോം ചെയ്യാൻ പോകുന്നത്. വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ ചെറുതായിട്ടൊക്കെ ചാറി തുടങ്ങി. ഞങ്ങൾക്ക് അറിയത്തില്ല സെക്കൻഡ് ഇന്നിങ്സ് നടക്കുമെന്നൊന്നും. ഭയങ്കരമായിട്ടും വിഷമത്തിലാണ് ഞങ്ങൾ. കളി നടക്കുമോ ഇല്ല എന്നുള്ള സംശയത്തിലാണ്. നമുക്ക് നോക്കാം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വീഡിയോ ഞാൻ എടുക്കുന്നത് എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞു. ടോട്ടൽ 191 റൺസാണ് എടുത്തിരിക്കുന്നത്. ദുബൈ അടിപൊളിയായിട്ട് കളിച്ചു. അപ്പോൾ ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഗൈസ് മഴ നനഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല മാച്ച് ഉണ്ടാവില്ലോ. സോ സാഡ്. മറവിടൂ. The weather says that the rain is starting from 9, but it started earlier today, so we don't. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. കണ്ടോ നനഞ്ഞ കോഴി പോലെ ആയി മുടിയൊക്കെ. ഞങ്ങൾ തിരിച്ച് പോവാ. എന്തായാലും വെതർ കൊള്ളത്തില്ല. കളി ക്യാൻസലോ. വെരി സാഡ്. ഭയങ്കര വിഷമായി. സാരിയില്ല, പക്ഷെ നമുക്ക് നന്നായിട്ട് കളിക്കുന്ന ഞാൻ കണ്ടു. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ ഫീൽ അറിയോ, ക്രിക്കറ്റ് ഒരു വികാരമായി മാറി ഗൈസ് എനിക്കിപ്പോൾ. നമ്മളീ ഫോറും ഏത് കഴിച്ചെന്നാ ചോദിക്കുന്നത്. വലിയ പ്ലെയർ എന്നെ ഈ പരുവത്തിലാക്കി വെച്ചത് ഈ മനുഷ്യനാ. അടിപൊളിയായിരുന്നു. നമുക്ക് മിസ്സായി. പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു. മഴയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. സഞ്ജുവിനെ കാണാൻ പറ്റി, പക്ഷെ സഞ്ജുവിനെ കളിക്കാൻ പറ്റിയില്ല. അഭിഷേക് അടിപൊളിയായിരുന്നു. ബാക്കി അടിപൊളിയായിരുന്നു. 6, 4 ഒക്കെ അടിക്കുമ്പോൾ പൊളിയായിരുന്നു. അയ്യരും അടിപൊളിയായിരുന്നു. പിന്നെന്താ അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഹോളിഡേ ആണ് 2 ഡേയ്സിലേക്ക്. അപ്പം എല്ലാവരും ഉണ്ട്. അന്നേരം നമ്മൾ അവിടെയാണ് സ്റ്റേ. സ്റ്റേയിലോട്ട് പോവാം. ബാക്കി വിശേഷങ്ങൾ കാണാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്.